ക്രിസ്മസ് ദിവസത്തിലും ഗാസയിൽ നരവേട്ട തുടരുകയാണ് ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലി ബോംബാക്രമണത്തിന്റെയും ഡ്രോണുകളുടെയും ശബ്ദങ്ങൾക്കിടയിൽ ഗാസയിൽ ഇന്നലെ ക്രൈസ്തവ ജനതയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ മുങ്ങിപ്പോയി. നിരന്തരമായുള്ള ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ ബാക്കിയായ പല ദേവാലയങ്ങളിലും ഇന്നലെ ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളികളിൽ ചെറിയ സംഘങ്ങളുടെ ചില ഒത്തുചേരലുകളും ചെറിയ രീതിയിലുള്ള പ്രാർത്ഥനകളും മാത്രമാണ് നടന്നത്. അതിനിടെയാണ് വടക്കൻ ഗാസയിലെ ജബാലിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ഒരു പലസ്തീനിയെ കൊലപ്പെടുത്തിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിന് വടക്ക് കിഴക്കായി സായിർ പട്ടണത്തിലെ വീടുകൾക്ക് നേരെ ഇസ്രായേലി കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തിൽ 8 മാസം പ്രായമുള്ള ഒരു പലസ്തീൻ പെൺകുട്ടിക്കും പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം വടക്ക് കിഴക്കൻ ലെബനോണിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇറാന്റെ ഖുദ്സ് ഫോഴ്സിലെ ഒരു ഉന്നത കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യവും ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റും സ്ഥിരീകരിച്ചു. ഖുദ്സ് ഫോഴ്സ് എന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിദേശ ഓപ്പറേഷൻ വിഭാഗമാണ്. കൊല്ലപ്പെട്ട കമാൻഡർ ആ വിഭാഗത്തിലെ ഓപ്പറേഷൻസ് യൂണിറ്റിലെ ഒരു പ്രധാന നേതാവാണെന്നാണ് റിപ്പോർട്ടുകൾ. ലെബനോൺ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം സിറിയ അതിർത്തിയിലേക്ക് പോവുകയായിരുന്ന വാഹനത്തിൽ ഡ്രോൺ ആക്രമണം നടന്നതോടെ 2 പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് പറയുന്നത്. ഇസ്രായേൽ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കൊല്ലപ്പെട്ട കമാൻഡർ അൽ ജവാഹിരി കുറച്ച് നാളുകളായി സിറിയ ലെബനോൺ മേഖലയിൽ ഇസ്രായേലിനെതിരായ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും നേതൃത്വം നൽകുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെതിരെ ഇറാനിയൻ ആക്രമണങ്ങൾ നടത്തുന്നതിൽ പങ്കാളിയായ യൂണിറ്റ് 814 പ്രധാനപ്പെട്ട വ്യക്തികൾ ഒരാളായിരുന്നു അദ്ദേഹം. ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ മരണത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകാൻ ഇടയുണ്ടെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇത്തവണ ക്രിസ്മസ് പ്രസംഗത്തിൽ ഗാസയിലെ പലസ്തീനികളുടെ അവസ്ഥ ലോകത്തെ ഓർമ്മിപ്പിക്കാൻ മാർപ്പാപ്പയും മറന്നില്ല. ആഴ്ചകളോളം മഴയും കാറ്റും തണുപ്പും ഏറ്റുകഴിയുന്ന ഗാസയിലെ കൂടാരങ്ങളെക്കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നാണ് മാർപ്പാപ്പ ചോദിച്ചത്. ഈ ഭൂമിയിൽ മനുഷ്യന് ഇടമില്ലെങ്കിൽ ദൈവത്തിനും ഇടമില്ല. ഒരാളെ നിരസിക്കുന്നത് മറ്റൊന്നിനെ നിരസിക്കുന്നതിന് തുല്യമാണ്. മനുഷ്യന് ഇടമുള്ളിടത്ത് ദൈവത്തിനും ഇടമുണ്ട്. ഒരു തൊഴുത്തിന് പോലും ഒരു ക്ഷേത്രത്തേക്കാൾ പവിത്രമായി മാറാൻ കഴിയും എന്നായിരുന്നു മാർപ്പാപ്പയുടെ വാക്കുകൾ. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് വിവിധ സന്നദ്ധ സംഘടനകളും ചൂണ്ടിക്കാട്ടി. യുദ്ധക്കെടുതികളും പ്രകൃതിക്ഷോഭവും കാരണം വല്ലാതെ കഷ്ടപ്പെടുന്ന ഗാസ നിവാസികൾക്ക് ചുരുങ്ങിയ സഹായങ്ങൾ പോലും നിഷേധിക്കുന്ന സമീപനമാണ് ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നതെന്നും ഈ സംഘടനകൾ വ്യക്തമാക്കി. അതിനിടെ അടുത്ത മാസം തന്നെ വെടിനിർത്തൽ 2ാം ഘട്ടം പ്രാബല്യത്തിൽ വരുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് സ്ഥിരീകരിച്ചതായി ഇസ്രായേൽ ചാനൽ 13 റിപ്പോർട്ട് ചെയ്തു. മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയും ഇപ്പോഴും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.